ഞാൻ മേയറായിരിക്കുന്ന കാലത്ത് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും സ്മാർട്ട് സിറ്റി 1ാം റാങ്ക് നേടിയെടുക്കാനും സ്വച്ഛതാ എക്സലൻസ് അവാർഡ് അടക്കം നേടിയെടുക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു കാലയളവാണ്. ശ്രീമതി ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുമ്പോൾ സ്മാർട്ട് സിറ്റി സെക്കൻഡിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുകയാണ്, നിരവധി അവാർഡുകൾ വരികയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പഴയ ഭരണസമിതികളാണ് ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് മേയർ അപഹാസ്യനാകുന്ന ഏർപ്പാട് നിർത്തണം എന്ന് അഭ്യർത്ഥിക്കുക കൂടി ഞാൻ ഈ അവസരത്തിൽ ചെയ്യുകയാണ്. അദ്ദേഹം ഞങ്ങളെ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്, ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ശ്രീ വി വി രാജേഷ് പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് മുൻ മേയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ സംവാദത്തിന് ഞങ്ങളും തയ്യാറാണ്. ഈ നഗരത്തിൽ കഴിഞ്ഞ ഭരണസമിതികൾ എന്തെല്ലാം ചെയ്തു, ഇപ്പോൾ 5 മാസം കൊണ്ട് ഇവരെന്തൊക്കെ ചെയ്തു, ഈ കാര്യങ്ങളിൽ ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് വകുപ്പുകളുടെയും തലയിലേക്ക് പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് സ്വയം ഉത്തരവാദിത്വം നിറവേറ്റാതെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നഗരത്തിൽ കഴിഞ്ഞ 5 മാസമായി കാണാൻ വേണ്ടി കഴിയുന്നത്. ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രവണത. പ്രധാനമന്ത്രി വന്ന് ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് പറയുകയാണ്. എന്ത് ബ്ലൂ പ്രിന്റാണ് ഇതിനോടകം വന്നിട്ടുള്ളത്? സാധാരണ എല്ലാ പൗരന്മാർക്കും അറിയാം, ഒരു നഗരസഭയ്ക്ക് നേരിട്ട് സഹായം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കാരണം ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ആ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖാന്തരമാണ് സഹായം നഗരസഭകൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കും 50% അതിൽ താഴെയോ സംസ്ഥാന സർക്കാരിൻ്റെ ഷെയർ കൂടിയുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും മേയർ എന്ന നിലയിൽ ശ്രീ വി വി രാജേഷ് ഇടപെടുന്നത്, മുൻകാല ജനപ്രതിനിധികളെ അപഹസിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി തയ്യാറാകണം. ഞങ്ങളെ സംബന്ധിച്ച് ഈ നഗരം ചീഞ്ഞു ഞാറാനും കുടിവെള്ളം കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടാക്കാനും തെരുവിളക്കുകൾ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഞങ്ങൾ പോകും. ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്കും അതിന് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.